കോൺഗ്രസിൽ നിന്ന് BJP-യിൽ പോയവർ ഇന്ന 3 ആൾക്കാരുടെ പേര്. എന്നാൽ ഇതൊക്കെ വിട്ട് BJP-യിൽ നിന്ന് കോൺഗ്രസിൽ വന്നവർ സന്ദീപ് വാര്യർ. ഫയർ. അത് റെഡി. കുറച്ചും കൂടി ഒന്ന് എയർ വിട്ട് നിൽക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? സന്ദീപ് വാര്യർ ജയിക്കും. UDF ജയിക്കും. സ്വാഭാവികമായിട്ട് UDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സന്ദീപ് വാര്യർ ജയിക്കും. സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ വേണ്ടി BJP പണിയെടുക്കും തോന്നുന്നുണ്ട്. ഞാൻ ഒരു വിദ്വേഷ പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ BJP-യുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് BJP-യുടെ നറേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ എന്റെ കടമയായിരുന്നു. ആ ഒരു വിദ്വേഷം വിതയ്ക്കുന്ന ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി വരാൻ എന്തേ ഇത്ര വൈകിയത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ? സന്ദീപ് വാര്യർ വാര്യർ ജാതി പേരാണ്. റെക്കോർഡിക്കലി ചേഞ്ച് ചെയ്തില്ലെങ്കിലും ചേഞ്ച് ചെയ്യാന്ന് പറയുന്നതിൽ ഒരു നവോത്ഥാനം ഇല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ വളരെ ചില്ലിങ് ആയിട്ടുള്ള കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് അറബിക്കഥയിലെ ശ്രീനിവാസനെ പോലെ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കി. ഭാരത് മാതാ KC പക്ഷമാണോ, VD പക്ഷമാണോ, ചെന്നിത്തല പക്ഷമാണോ? സതീശൻ വന്നിട്ട് എടുത്തോണ്ട് പോവാന്ന് വിചാരിക്കണ്ട, KC വന്നിട്ട് കെട്ടിയിറക്കണ്ട. അപ്പൊ ഈ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു തമ്മിലടിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാക്കി. എവിടെ അടിക്കുന്നത്? പൊതുജനങ്ങൾക്കിടയിലെ ചർച്ച നടത്തേണ്ടത്. എന്നാലും ഇതിലൊരു അഭംഗിയില്ലേ? ഒരു അഭംഗിയില്ല. ഇതാണ് ഭംഗി. രാജ്യം തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഇന്ന് രാജ്യത്തെ മുഖ്യമന്ത്രി. ഫാമിലി പൊളിറ്റിക്സ് അല്ലേ അവരുടെ? കോൺഗ്രസിന്റെ ഫാമിലി പൊളിറ്റിക്സ് മൂഡ് മാറ്റിയാലോ? ഐശ്വര്യം തുടക്കം തന്നെ മിസ് ചെയ്യുന്നു. ഒരിക്കലുമില്ല. അന്നും മിസ് ചെയ്തിട്ടില്ല. കാരണം അന്നും വലിയ ബന്ധമൊന്നുമില്ല, ഇന്നും വലിയ ബന്ധമൊന്നുമില്ല. ഫാത്തിമ തെഹലിയ ഭാവി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവ്. പ്രിയപ്പെട്ടതായിരുന്നു മോദിജി. കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി. ഉദാഹരണത്തിന് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു പോകുന്നു. ആര് പറഞ്ഞതാ? സ്വരാജ് പറഞ്ഞതാണ്. BJP-ന്റെ ഇവിടേക്ക് വന്ന ദുരന്തരാണ് സന്ദീപ് വാര്യർ. ഏജന്റ് മട്ടാഞ്ചേരി മാഫിയ. ഞാനിട്ട പേരായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് പല ലീഡേഴ്സും സജസ്റ്റ് ചെയ്തൊരു മണ്ഡലമായിരുന്നു തവനൂര്. ഒരുപക്ഷെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു. വിധി മറിച്ചാണെങ്കിൽ അടുത്തൊരു നീക്കം എന്തായിരിക്കും? VD സതീശൻ വനവാസത്തിന് പോകും. ബാക്കി എനിക്കറിയില്ല. എങ്ങനെ കേരളത്തിലിപ്പോ അകത്തും പുറത്തും എല്ലാം ചൂടാണ്. 2 ദിവസം കൂടി 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കൂടുമോ അതോ പേമാരി പെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ആ വൈബ് അങ്ങനെ പോട്ടെ. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിലെ ഹോട്ട് ടോപ്പിക് ആയിരുന്ന ഒരാളെയാണ് നമ്മൾ ഇന്നത്തെ ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ചാടി മുഹമ്മദ് കി ദുക്കാനിലേക്ക് വന്ന ദ വാര്യർ, കോൺഗ്രസിന്റെ സൂപ്പർ വാര്യർ. വെൽക്കം പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ടു ദ ഷോ. നമസ്കാരം. കൈയടി പോരാ. അപ്പോൾ സന്ദീപ് ഏട്ടാ, എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള തൃക്കരിപ്പൂരിലെ ഇപ്പം കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നു. പിന്നെ മണ്ഡലത്തിലെ തന്നെ മറ്റ് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് അങ്ങോട്ട് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മുഖത്ത് ആ ഗൗരവം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ആ സോഷ്യൽ മീഡിയയിലെ സന്ദീപിനെയാണ് നമ്മൾക്ക് ഇവിടെ ആവശ്യം. കുറച്ചും കൂടി ഒന്ന് എയർ വിട്ട് നിൽക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? ഞാൻ എയർ വിട്ടിട്ട് നിൽക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യം കുറേ ആളുകളുടെ വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. പിന്നെ മണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കുറച്ച് ബാക്കിൽ നാട്ടിലെ കുറച്ച് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുറച്ച് സമയത്ത് കുറേ ദിവസം അവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നാട്ടിലെ ഫാമിലിയുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഫാമിലിയോടൊപ്പമായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അതെ. ലെഷർ ട്രിപ്പ് ഒക്കെ പോയി കൂടായിരുന്നു? ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഗോവ പോയിരുന്നു. ഗോവ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോകാൻ പറ്റിയ സ്ഥലം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഞാൻ അങ്ങനെ മിക്കവാറും എപ്പോഴും യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ചൊരു എന്താ പറയുക, അത് അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം പോകാമെന്നില്ല. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. അങ്ങനെ പ്ലാൻ ചെയ്തു പോയതുമല്ല. ഒരു ദിവസം ചായ കുടിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കോഴിക്കോട് ചായ കുടിക്കാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ കോഴിക്കോട് നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മംഗലാപുരത്തേക്ക് ആക്കി. പക്ഷെ രാവിലെ ബാഗ ബീച്ചിലാണ് വണ്ടി നിന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗോവയിലായി പോയി. കോൺഗ്രസിൽ എന്താണ് ഇപ്പോൾ മൂഡ്? ഇപ്പൊ നമ്മളെ ഇതൊക്കെ വന്നോണ്ട്, എക്സിറ്റ് പോളൊക്കെ വന്നോണ്ട് പ്രതീക്ഷയിലാണ് എല്ലാവരും. അതായത് എക്സിറ്റ് പോളുകളെ ആശ്രയിച്ചല്ല, പൊതുവെ കേരളത്തിലെ ഒരു പബ്ലിക് മൂഡ് UDF വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ളൊരു ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളുകളായതുകൊണ്ട് നമുക്കത് പൾസ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വല്ലാത്ത ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. UDFന് ഫേവറബിൾ ആയിട്ടുള്ളൊരു വലിയ മുന്നേറ്റം ഉണ്ടാവും. എല്ലാവരും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും. 100%. വലിയ
ഇങ്ങനെ സന്ദീപ് വാര്യർ ജയിക്കും. UDF ജയിക്കും, സ്വാഭാവികമായിട്ട് UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സന്ദീപ് വാര്യർ ജയിക്കും. ഞാനല്ലാതെ മറ്റാരും. അങ്ങനെ അല്ല, ഞാൻ അതൊരു വെറുതെ അവകാശവാദമല്ല, ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. സർവേ ഫലങ്ങൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? സർവേ ഫലങ്ങളെയൊന്നും ആശ്രയിക്കുന്നില്ല. സർവേ ഗ്രൗണ്ട് റിയാലിറ്റി ആണോ? നിങ്ങളെപ്പോഴുള്ള മീഡിയ ചെയ്യുന്ന സർവേ അല്ലേ, ഒട്ടും വിശ്വാസമില്ല. ഞങ്ങൾ വിശ്വാസമില്ലേ? ഇല്ല, ആരെ വിശ്വസിക്കുന്നു? സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ വേണ്ടി BJP പണിയെടുക്കും തോന്നുന്നുണ്ടോ? വോട്ട് മറിക്കും? ഉറപ്പല്ലേ? കാരണം അവരെ സംബന്ധിച്ചും അവർ 140 ഒരാൾ ജയിച്ചിട്ടില്ലെങ്കിലും ഞാൻ ജയിക്കുന്നത് നിർബന്ധം ഓർക്കണ്ടല്ലോ. സ്റ്റിൽ സന്ദീപ് വാര്യർ ജയിക്കും എന്നാണ്. തോക്കില്ലേ അപ്പോ? എങ്ങനെ അങ്ങനെ വോട്ട് മറിച്ചാൽ തോൽക്കും? അതിനെ മറികടക്കുന്ന വിജയം ഉണ്ടാവും. അതിനെ മറികടക്കുന്ന വിജയം ഉണ്ടാവും. Full കോൺഫിഡൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു തൃക്കരിപ്പൂരിലെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൃക്കരിപ്പൂര് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് തൃക്കരിപ്പൂർ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഒരേ സമയത്ത് തീരദേശ മേഖലയും അതേ സമയത്ത് മലയോര മേഖലയുള്ള കേരളത്തിലെ ഒരേ ഒരു നിയോജകമണ്ഡലമാണ്. അതായത് പിന്നെ കടലിൽ പോകുന്ന സമയത്ത് കടലിൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പേർ തൃക്കരിപ്പൂരിലുണ്ട്. അതേസമയത്ത് കാട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കഥകടച്ച് ഭീതിയോടുകൂടി കഴിയുന്ന ആയിരക്കണക്കിന് പേരും തൃക്കരിപ്പൂരിലുണ്ട്. ഒരേ സമയത്ത് മലയോര മേഖലയുടെ പ്രശ്നങ്ങളും തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന കേരളത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. അപ്പോൾ കേരളത്തിൻ്റേതായിട്ടുള്ള എല്ലാ സവിശേഷമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് ലാൻഡ് അവൈലബിൾ ആയിട്ട് പോലും അത് നടക്കാതെ പോയിട്ടുള്ളൊരു ഭൂപ്രദേശത്ത് ഒരു പക്ഷേ നിങ്ങൾ കുട്ടികളാണ് IT പാർക്കിന് വേണ്ടി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വിഭാവനം ചെയ്ത IT പാർക്ക് അവിടെ 100 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ടും നടക്കാതെ പോയിട്ടുള്ള കേരളത്തിലെ ഒരു ഭൂപ്രദേശം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വളരെ സാധ്യതകളുള്ള എന്നാൽ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ സവിശേഷമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തൃക്കരിപ്പൂരിലേക്ക് സന്ദീപ് വാര്യർ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കോപ്പപ്പ് ചെയ്തത്? പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയോ? തീർച്ചയായിട്ടും. ഞാനൊരു എൻ്റെ ഒരു സീരിയസ് പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങിയ ശേഷം ഞാൻ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും യാത്ര ചെയ്ത് എനിക്കങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ചൊരു നാട് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. എനിക്ക് എല്ലാ പ്രദേശങ്ങളിലെ ജനങ്ങളുമായിട്ടും ഒരു ബന്ധം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൃക്കരിപ്പൂരിൽ പാർട്ടി നിശ്ചയിച്ച സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു വലിയ ഗൃഹപാഠത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് അവർ ചെന്ന് അവർക്കും നമ്മളെ സ്വീകരിക്കാനും വളരെ എളുപ്പമായിരുന്നു. ഞാൻ ഒരു 2ാം ഘട്ട പ്രചാരണത്തിന് ശേഷമാണ് സന്ദീപ് വാര്യർ ഒരു ഫീലിങ്സിലേക്ക് തൃക്കരിപ്പൂർ എത്തുന്നത്. ആ ഒരു മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെങ്കോട്ടയാണല്ലോ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അത് പൊളിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ, അതോ ജനങ്ങളങ്ങ് 2 കൈയും നീട്ടി സ്വീകരിച്ചോ? അല്ല, അത് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് അവരുണ്ടാക്കി വെച്ചൊരു നെറേറ്റീവാണ്. ആക്ച്വലി ഈ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം അറിയാലോ. അപ്പം EMS-ഉം EK നായനാരും അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും ശീർഷരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജയിച്ചു പോയിട്ടുള്ള, അവരുടെ 60 വർഷക്കാലത്തിലധികമായി ഇടതുപക്ഷം മാത്രം വിജയിച്ചൊരു മണ്ഡലമാണ്. പക്ഷേ അതവർ നെറേറ്റീവ് ബിൽഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു നെറേറ്റീവിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഗൗനിക്കാതെ പോയൊരു മണ്ഡലം കൂടിയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഇടത് കോട്ടയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ സാധിക്കും, ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയപ്പോൾ അവരെല്ലാം കൂടെ നിന്നു എന്നുള്ളതാണ്. അവർ വല്ലാതെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അത് വാസ്തവത്തിൽ ഒരു വിയറ്റ്നാം കോളനിയാണ്. അവിടെ ഈ റാവുത്തറും സ്രാങ്കും എല്ലാവരും ചേർന്ന് അവരെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു മോചനം കൊടുക്കാൻ വേണ്ടി പാലക്കാട്ട് നിന്നൊരു സ്വാമി പോയി എന്ന് കരുതിയാൽ മതി. ഈ പാർട്ടി മത്സരിക്കാൻ പറയുവാണെങ്കിൽ തൃക്കരിപ്പൂർ ആയിരിക്കും തരിക എന്നുള്ള ഒരു സൂചനയെങ്കിലും സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു സൂചന ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഒരു സൂചന ഉണ്ടായിരുന്നു? ഇല്ല, അതും ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? പാലക്കാട് UDF ജയിക്കുമല്ലോ, പിഷാരടി ജയിക്കുമല്ലോ. അല്ല, സന്ദീപ് വാര്യർക്ക് ലഭിക്കുമായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല, ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാ? സന്ദീപ് വാര്യർ ആപ്റ്റ് ആയിട്ടുള്ളൊരു മണ്ഡലം അല്ലായിരുന്നു അത്? ഇല്ല, ഞാനത് ആ രീതിയിലല്ല. ഞാൻ പാലക്കാട് ആഗ്രഹിക്കുകയോ പാലക്കാട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പാലക്കാടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ പാർട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടില്ല. പാർട്ടിക്ക് അറിയുന്ന കാര്യമാണ്, കോൺഗ്രസ് പാർട്ടിക്ക് അറിയുന്ന കാര്യമാണ്. അത് നിരവധി കാരണങ്ങളുണ്ട്. പാലക്കാട് പോലൊരു സ്ഥലത്ത് ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഴുവൻ ഫോക്കസും അങ്ങോട്ടായിരിക്കും. അതൊരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും വല്ലാതെ അവിടെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ മീഡിയയും ഒരുപാട് പാലക്കാട് ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പോരാട്ടമായിട്ട് അതിനെ കാണിക്കും. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു എഫേർട്ട് പാർട്ടിയും അവിടെ എടുക്കേണ്ടി വരും. എന്നാലും അവസാനമാണല്ലോ ഈ തൃക്കരിപ്പൂർ എന്നൊരു ഓപ്ഷനിലേക്ക് സന്ദീപേട്ടൻ എത്തുന്നത്. അപ്പോൾ ഈ അവസാനം കൊണ്ടുവന്ന് ഒരു മണ്ഡലം ഇങ്ങ് തന്ന്
അങ്ങ് ഒതുക്കിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു നിയോഗമായിരിക്കും. നമ്മൾ തൃക്കരിപ്പൂരിൽ പോകണം എന്നുള്ള നിയോഗമായിരിക്കും. വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് അവിടെ. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ CPM വല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, ഇതര രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അനുവദിക്കാത്ത, ഇപ്പോൾ ഈ ഇലക്ഷനിൽ പോലും ഞങ്ങളൊരു 10-21 ബൂത്തിലിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം ഈ 2026 യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ ബോധവും പ്രകടിപ്പിക്കാത്ത, തീർത്തും അസഹിഷ്ണുതാപരമായി പെരുമാറുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറേറ്റീവ് ബിൽഡ് ചെയ്തതിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഒന്നുമില്ല. അതല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിൽ UDF അനുകൂലമായ പ്രദേശങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ UDF മാത്രം വോട്ട് കിട്ടുന്ന ബൂത്തുകൾ, അവിടെയൊക്കെ CPM ആളുകൾ ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറുവശത്ത് CPM അല്പം സ്വാധീനമുള്ള പ്രദേശമാണെങ്കിൽ അവിടെ അക്രമം ആ രീതിയിലും ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതൊരു ഇടത് കോട്ടയാണെന്നുള്ളതൊരു ഒരു ഫേക്ക് നറേറ്റീവാണ്. അത് വെച്ചിട്ടായിരുന്നു അവർ ഇതുവരെയുള്ള എല്ലാ ഗെയിമും. അത് ഇടത് കോട്ടയല്ല എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അവർ പോലും വല്ലാത്ത ആശയക്കുഴപ്പത്തിലും വല്ലാത്ത ഭീതിയിലുമാണെന്ന് എനിക്കറിയാം. അവർ തോൽക്കാൻ പോകുന്നു എന്നുള്ളത് 100% വ്യക്തമാണ്. കാരണം ഞാനിപ്പം രസകരമായ കാര്യം, ഞാൻ ഈ ഇലക്ഷന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസം ഇടയ്ക്കൊന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു, പ്രോഗ്രാം നടന്നിരുന്നു. അതിന് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പിന്നെ പോസ്റ്റർ ഒട്ടിച്ചു. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല, ഞാൻ പക്ഷേ ഓൾറെഡി എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് CPM അവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം വലിയ പ്രതിസന്ധിയിൽ അവർ പോയിപ്പെട്ടി, അവർ പരാജയം സമ്മതിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പാലക്കാട് കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് തവനൂരാണ്. അപ്പം ആ സീറ്റിന് താല്പര്യം ഉണ്ടായിരുന്നോ അതോ? അല്ല, തവനൂർ സീറ്റിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പല ലീഡേഴ്സും സജസ്റ്റ് ചെയ്തൊരു മണ്ഡലമായിരുന്നു തവനൂർ. പിന്നെ ഒരുപക്ഷെ എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷേ അറിയാലോ, നമുക്ക് തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായിട്ടും പല ഫോർമുലകളുണ്ടാവും. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് പിന്നെ DCC പ്രസിഡന്റ് ജോയ് ചെയ്ത വലിയൊരു ത്യാഗമുണ്ട്. സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് അത് കാണാതെ പോകാൻ സാധിക്കില്ല. ജോയിനെ പോലെ ഒരാൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ചില മുന്നണിക്കകത്ത് ചില സമവാക്യങ്ങളൊക്കെ അറിയാലോ, ആ സമയത്ത് നടന്ന ചർച്ചകൾ അറിയാലോ. അപ്പം ജോയ്ക്ക് ആപ്റ്റായിട്ടൊരു സീറ്റ് കൊടുക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ കൊടുക്കാൻ തവനൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതാണ്. അത് പാർട്ടിയുടെയോ അതല്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും പ്രശ്നം കൊണ്ടല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. കോൺഗ്രസിൽ സന്ദീപ് വാര്യർ ഏത് പക്ഷമാണ്? KC പക്ഷമാണോ, VD പക്ഷമാണോ, ചെന്നിത്തല പക്ഷമാണോ? ഞാൻ രാഹുൽ ഗാന്ധിയുടെ പക്ഷമാണ്. ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം? കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയാവണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസിൽ ആരെന്നാലും അതെല്ലാം കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ. കോൺഗ്രസിൻ്റെ എല്ലാ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ. ഞാൻ അതിനെ കാണുന്നത് കുറച്ചും കൂടിയും ഇതൊരു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. CPM അങ്ങനെ ചർച്ചയ്ക്ക് പോലും സ്കോപ്പ് ഇല്ലല്ലോ. കോൺഗ്രസിനകത്ത് ഒരു ചർച്ചയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മള് കാണുന്നത് മൊത്തം അടിപിടിയില്ല. ഇതെല്ലാം നേതാക്കൾ തമ്മിൽ അടിപിടി ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന നേതാക്കളുടെ ഫ്ലെക്സ് വെക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. രണ്ടായി ഒരു വിഷയത്തിൽ സമരം നടത്തിയ സംഭവം പോലെ. ഞാൻ ചോദിക്കട്ടെ, അതല്ലേ ജനാധിപത്യം? അതല്ലേ ഡെമോക്രസി? അതോ നിങ്ങൾ പറയുന്ന പോലെ BJPയുടെയോ CPMൻ്റെയോ പോലെ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്, താഴെ ഇങ്ങനെ എല്ലാവരും അനുസരിക്കുന്നത്, അതാണോ ഡെമോക്രസി? ഒരു മിനിറ്റ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? മീഡിയ പൊതുവെ കേരളത്തിലെ മീഡിയ ഈ നമ്മളെല്ലാം ലെഫ്റ്റ് പൊളിറ്റിക്സ് കണ്ട് ശീലിച്ചുകൊണ്ട് ഈ ഏകകേന്ദ്രീകൃതമായിട്ടുള്ള ഉത്തരവുകൾ, ശിലാകേന്ദ്രീകൃതമായിട്ടുള്ള ഉത്തരവുകൾ, അങ്ങനെ അത് ഇങ്ങനെ എന്താ കല്ലേൽ പിറക്കുന്ന കൽപ്പന എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അനുസരിച്ച് ശീലിക്കുന്ന പാർട്ടി, ഇതാണ് പാർട്ടി എന്ന് തിരിച്ച്. അങ്ങനെയല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. വിവിധ അഭിപ്രായങ്ങളുണ്ടാവും, വിവിധ താല്പര്യങ്ങളുണ്ടാവും, വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അവർ തമ്മിൽ അഭിപ്രായ പ്രകടനങ്ങളുണ്ടാവും. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനെല്ലാം സ്പേസ് ഉണ്ട്. കോൺഗ്രസ് ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇത്തരം പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസിന് പ്രോസസ്സ്, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അതിന്റെ അവസാനം ഒരു തീരുമാനം വരും. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ഇലക്ഷൻ കഴിഞ്ഞാല് അപ്പൊ ഈ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു തമ്മിലടിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് എവിടെ അടിക്കുന്നത്? അതൊരു ഡെമോക്രസിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളല്ലേ, അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ലേ. അതിലെവിടെ അടി എന്ന് പറയുമ്പോൾ എന്താ?
ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായ ചർച്ചകൾ പാർട്ടിയുടെ അകത്തിരുന്ന് നടത്തിയാൽ പോരെ. ഈ നാട്ടുകാരുടെ മുന്നിൽ നടു റോഡിലിട്ട് ഇങ്ങനെ ഫ്ലെക്സ് വെക്കുന്നു, സതീശൻ വന്നിട്ട് എടുത്തോണ്ട് പോവാന്ന് വിചാരിക്കണ്ട, കേസി വന്നിട്ട് കെട്ടിയിറക്കണ്ട. അതൊരു ജനാധിപത്യ രീതി. അത് പാർട്ടിക്ക് അകത്തല്ലേ നടക്കണ്ടേ, നാട്ടുകാരുടെ ഇടയിലാണോ? ഇതൊക്കെ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറയാം, ഇപ്പോൾ ഒക്കെ എത്രയോ മാറ്റം സംഭവിച്ചിരിക്കുന്നുള്ള എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഒരു 20 വർഷം മുമ്പത്തെ രാഷ്ട്രീയ ചരിത്രം, 30 വർഷം മുമ്പൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും അല്ലല്ലോ. അന്നൊക്കെ എത്രയോ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നത് ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. അതല്ലാതെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നയാൾ മുഖ്യമന്ത്രി എന്ന്, അതല്ലെങ്കിൽ മറ്റൊരു പേരും പുറത്തു വരാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. പാർട്ടിക്ക് എന്തിനാണ് പാർട്ടിക്ക് അകത്താക്കുന്നത്? ഇതെന്താ വല്ല കൊട്ടേഷൻ സംഘമാണോ? അതല്ലെങ്കിൽ എന്താ വല്ല അങ്ങനെയല്ലോ. ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ, പൊതുജനങ്ങൾക്കിടയിലെ ചർച്ച നടത്തേണ്ടത്. ഒരു അഭംഗിയില്ല. ഇതാണ് ഭംഗി. അതാണ് അത് ചൈന പോലെ ആവണോ, നമ്മള് ക്യൂബ പോലെ ആവണോ? അങ്ങനെ ആവരുത്. നിങ്ങൾക്കൊക്കെ ചർച്ച നടത്താൻ അവസരം ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പണി അല്ലേ? നിങ്ങൾക്കൊക്കെ അവസരം കിട്ടണ്ടേ? അല്ലാതെ നിങ്ങൾ ഉത്തര കൊറിയയിൽ ഇതേപോലെ കിങ് ജോങ് ഉന്നിനെ തെരഞ്ഞെടുക്കുന്ന പോലെ മതി എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെന്താ, പിണറായി വിജയനല്ലേ കിങ് ജോങ് ഉൻ? ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഇവിടെ അല്ലേ ഫാമിലി പൊളിറ്റിക്സ് അല്ലേ അവരുടെ. കോൺഗ്രസ് നോക്ക് എത്ര മനോഹരമാണ്. കോൺഗ്രസിലല്ലോ കോൺഗ്രസിലൂടെ ഫാമിലി പൊളിറ്റിക്സ് ഉള്ളത്. അപ്പൊ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ നെഹ്റു ഫാമിലിയുടെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി കോൺഗ്രസിനെ ഏറ്റവും നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ളത് അതിന്റെ പേരില്ല. പക്ഷെ കോൺഗ്രസിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും പഠിക്കാൻ ശ്രമിച്ചു അതാണ്. നേരത്തെ മുഖ്യമന്ത്രി ആകേണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ, ആരുടെ പക്ഷത്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോൺഗ്രസിൽ ആരോട് ചോദിച്ചാലും ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്താണോ എന്ന് പറയുമ്പോൾ അവിടെയും ഒരാളിലേക്ക് മാത്രം അതങ്ങ് കേന്ദ്രീകരിച്ച് പോവുകയാണ്. ഒരു കുടുംബത്തിലേക്ക് അല്ല, രാജ്യം തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഇന്ന് രാജ്യത്തെ മുഖ്യമന്ത്രി. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രീതികളും രാഹുൽ ഗാന്ധിയുടെ രീതിയും വലിയ വ്യത്യാസമില്ലേ? രാഹുൽ ഗാന്ധി ഒരു വലിയ ജനാധിപത്യവാദിയാണ്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്. അദ്ദേഹം എല്ലാവരും പറയുന്നത് കേൾക്കുന്നയാളാണ്. രാഹുൽ ഗാന്ധിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്നൊരു സ്പേസ് പിണറായി വിജയൻ്റെ അടുത്ത് കിട്ടുമോ? കിട്ടില്ല. രണ്ടുപേരും എക്സ്ട്രീംലി എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വളരെ ചില്ലിങ് ആയിട്ടുള്ള ഇന്റർവ്യൂ. വേറൊരു തലത്തിലേക്ക് പോയി, മൂഡ് മാറിപ്പോയി. ഇപ്പം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെയധികം സ്നേഹം കിട്ടുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. നമ്മളിപ്പോൾ ഇപ്പം ഇലക്ഷൻ അടുത്തൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ ഡേ ടു ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണിത്. അപ്പം നേരത്തെ ചില വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഈ സമുദായത്തിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു പാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന ഈ സ്നേഹത്തെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കറക്ഷൻ ഉണ്ട്. ഞാൻ ഒരു വിദ്വേഷ പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് പലതും ഫേക്ക് ആയിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകൾ, ഫേക്ക് സ്ക്രീൻഷോട്ടാണ്. ഞാൻ അങ്ങനെ പരാമർശം നടത്തി. അത് അന്ന് തന്നെ ഞാൻ പരാതി കൊടുത്താണ്. അതിൻ്റെ ഫാക്ട് ചെക്കിങ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതൊരു എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നല്ല, അതെൻ്റെ പ്രൊഫൈലിൽ നിന്നല്ല, ഞാൻ പരാതി കൊടുത്തിട്ടുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. അതെൻ്റെ ഭാഗത്ത് ഉണ്ടായതല്ല. ഞാൻ ഓൾറെഡി ഞാൻ അതിനെതിരെ KT ജലീൽ അത് പറഞ്ഞപ്പോൾ ജലീലിനെതിരെ ഞാൻ ലീഗൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം നമുക്കൊരു നുണ എന്താ പറയുക, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫേക്ക് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള. ആ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമയത്ത് തന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള BJP പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് BJPയുടെ ഇന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ നാഷണൽ ലെവലിൽ എല്ലാവരും ആ സെയിം ഒരു അന്നത്തെ ഞങ്ങളുടെ ക്യാപ്സ്യൂൾ സെയിം സംഭവമായിരുന്നു അന്നത്തെ. അത് സെയിം എല്ലാവരും ഒരേ സമയത്ത് ചെയ്തിട്ടുള്ളായിരുന്നു. ഞാനത് തെറ്റാന്ന് കണ്ടപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒരു കാര്യം തെറ്റാണെന്ന് കണ്ടാൽ വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ അത് യാതൊരു മടിയുള്ള ഒരാളല്ല. ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പർപ്പസ്ഫുള്ളി എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിദ്വേഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട ഒരാളല്ല. പിന്നെ BJPയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് BJPയുടെ നറേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ എൻ്റെ കടമയായിരുന്നു. അന്ന് അതിൻ്റെ വക്താവായി നിൽക്കുമ്പോൾ അത് എൻ്റെ ഭാഷയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ഞാൻ പറയുന്നതായി മാറുകയാണല്ലോ. അപ്പം അത് ദൗർഭാഗ്യവശാൽ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നൊരു വസ്തുത. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഞാൻ ആക്ച്വലി അതൊന്നും മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം മീഡിയ കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള വാർത്തയാണ് പണ്ട്
ഒരു പക്ഷേ BJPയുടെ ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഹലാൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പാരഗൺ ഹോട്ടലുമായിട്ട് ഒക്കെ അന്ന് ഞാനെടുത്ത നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചു എല്ലാവർക്കും അറിയാം. ഒരു സെക്യുലർ ആയിട്ടുള്ള നിലപാട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട ആളാണ് ഞാൻ. ലക്ഷദ്വീപ് വിഷയത്തിൽ ഞാൻ അന്ന് ആ നിലപാടെടുത്താണ്. അന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ ലക്ഷദ്വീപിലെ ആളുകൾ മുഴുവൻ തീവ്രവാദികളാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടുത്തെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് അവരെ അപരവൽക്കരിക്കരുത്, അന്യവൽക്കരിക്കരുത്, മാറ്റി നിർത്തരുത്, ചേർത്ത് നിർത്തണം എന്നായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ എന്തുകൊണ്ടാണ് അത്രയും ആ ഒരു ടൈമിൽ ഇത്രയൊക്കെ നടപടി നേരിട്ടു, സെക്യുലറിസം പറയുന്നു എന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്? അവിടുന്ന് ഇറങ്ങി വരാൻ, ആ ഒരു വിദ്വേഷം വിതയ്ക്കുന്ന ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി വരാൻ എന്തേ ഇത്ര വൈകിയത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ? അപ്പൊ ആ സമയം എന്തായിരുന്നു? അതിന് എല്ലാത്തിനും ഒരു ട്രിഗർ ചെയ്യുന്നൊരു മൊമെന്റ് വേണ്ടേ? നമുക്ക് ഇറങ്ങി വരണമെങ്കിലും എന്തായിരുന്നു ട്രിഗർ ചെയ്തത്? ട്രിഗർ ചെയ്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് ഞാനതൊരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കതിൽ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അഭിമാനക്ഷതം എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഒരു ഇൻസൾട്ട് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കളിയാക്കി പറയാറുണ്ട്, സ്റ്റേജിൽ ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതിന് ഇറങ്ങിപ്പോയതാണ് സന്ദീപ് വാര്യർ. അതുപോലെ ആയിരുന്നില്ല അത് ആ വിഷയം. നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ നിർബന്ധമായും വരണം എന്ന് പറയുന്നു. നിങ്ങൾ വാസ്തവത്തിൽ അവിടെ പോയാൽ ഒരുപക്ഷെ അപമാനിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് വിനയപൂർവ്വം പറയുന്നു. അല്ല, നിങ്ങൾ എന്തായാലും വന്നേ പറ്റുള്ളൂ, നിങ്ങളില്ലാതെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു. അവിടെ ചെന്ന് നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പരിചയമുള്ള 10,000-3000 ആളുകളുടെ മുമ്പിൽ വെച്ച് നിന്നെ ആരെ വിളിച്ച് എണീറ്റ് പോ എന്ന് പറഞ്ഞ് അവിടെ അപമാനിച്ച് എന്തുണ്ടാവും? അങ്ങനെ ഒരു അപമാനം ഏതാണ് ആ സമാനമായിട്ടുള്ള ഞാൻ വരുന്നില്ല, എനിക്കറിയാമായിരുന്നു അവിടെ അത്തരത്തിലൊരു അപമാനം നേരിടാൻ സാധ്യത, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊട്ടാരക്കരയിലെ പരിപാടിക്ക് വേണ്ടി പോയ എന്നെ വിളിച്ചു വരുത്തി എന്നെ ഇൻസൾട്ട് ചെയ്ത് വിട്ടതാണ്. ഇൻസൾട്ട് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളും ആ വേദിയിലുണ്ടായിരുന്ന അന്നത്തെ അവിടുത്തെ BJPയുടെ മുൻ കൗൺസിലർ അടക്കമുള്ളവർ അത് ചോദ്യം ചെയ്തു. കാരണം ഞാൻ ആ ജില്ലക്കാരനായിട്ടുള്ള എന്തൊക്കെ പ്രോട്ടോകോൾ പറഞ്ഞാലും നിങ്ങൾക്കറിയാം ആ സമയത്ത് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അവിടുത്തെ അത്യാവശ്യം പോപ്പുലറായിട്ടൊരു ലീഡറായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ടും എന്നെ ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും ഉൾപ്പെടുത്തുന്നത്. സാധാരണ ഇലക്ഷൻ നടക്കുന്ന സമയത്തെങ്കിലും എല്ലാവരും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുമല്ലോ പാർട്ടികൾ. ഇത് അവിടെ നിന്ന് മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുന്നു, അപമാനിച്ചിറക്കി വിട്ടു. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും പ്രതികരിച്ചില്ല. അവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടു. എന്നിട്ടും ഞാനൊന്നും പ്രതികരിച്ചില്ല. ഞാനൊരു 2-3 ദിവസം അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതി കാത്തിരുന്നു. തുടർച്ചയായിട്ട് ഇൻസൾട്ടുകൾ, ചീള് കേസാണ്, പോകുന്നെങ്കിൽ പോട്ടെ. പിന്നെ നിങ്ങൾ കണ്ടതാണല്ലോ അന്നത്തെ പ്രതികരണങ്ങളൊക്കെ. ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ചീള് കേസെന്ന് അയാൾ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മീഡിയയോട് കൂടി പറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ തിരിച്ചു പോകും? അത് അപമാനിക്കപ്പെടാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം അപമാനിച്ചു കഴിഞ്ഞ ശേഷമാണ്. അതിലധികം ഒന്നും നമുക്കൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അപമാനം താങ്ങാൻ സാധിക്കില്ല. ഐഡിയോളജി വാർത്തകൾ വന്ന സമയത്ത് തന്നെ CPM-ലേക്ക് പോകും എന്ന വാർത്ത, AK ബാലനൊക്കെ അതിന് ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നത് സത്യമായിരുന്നു? CPI ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ പല ആളുകളുമായിട്ടും പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുന്നത് ഒരു മാന്യതയ്ക്ക് നിരക്കുന്നല്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിലേക്ക് ഇല്ലെങ്കിൽ എന്നാൽ CPM-ലേക്ക് ആയിരുന്നു. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് അവരൊക്കെ എന്നെ അറിയുന്ന ആളുകളൊക്കെ അങ്ങനെ മാറി നിൽക്കേണ്ട ആളല്ല, പറ്റും നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കേഡറിന്റെ സംരക്ഷണം നൽകും വന്നാലെന്നാണെന്ന് AK ബാലൻ പറഞ്ഞത്. എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട്, ഞാൻ നല്ല കുട്ടിയെന്ന് അറിയാം, അതുകൊണ്ടാണല്ലോ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ആരായിരിക്കും ക്ഷണിച്ചത്? ആരായിരുന്നു അതിന്? അത് എൻ്റെ അമ്മ KPSTA യൂണിയൻ്റെ അധ്യാപക യൂണിയനിൽ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അതിനകത്ത് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഹരിഗോവിന്ദ മാഷായിരുന്നു. ഇപ്പോൾ ഷൊർണൂരിൽ കാൻഡിഡേറ്റ് ആയിട്ടില്ലേ. അപ്പോൾ ഹരിഗോവിന്ദ മാഷ്ക്ക് എൻ്റെ അമ്മയായിട്ടൊക്കെ നല്ല കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ അമ്മയെ കാണാനൊക്കെ എപ്പോഴും മാഷ് വരുമായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷവും ഒരു വളരെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഹരിഗോവിന്ദ മാഷോട് നമുക്കൊരു വ്യക്തിപരമായിട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഞാൻ ആരുടെയും ഫോൺ കോളൊന്നും എടുത്തിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നില്ല. ഞാനൊന്നിങ്ങനെ എല്ലാ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് ഹരിഗോവിന്ദ മാഷ് ഫോൺ വരുന്നത്, നീ അങ്ങനെ മാറി നിൽക്കേണ്ട എന്ന് പറഞ്ഞ് ഹരിഗോവിന്ദ മാഷാണ് AICC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെടുത്തിയത് സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ബെന്നി ബെഹനാൻ MP അദ്ദേഹമൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചു. അവസാനം ശ്രീ KC വേണുഗോപാലാണ്
സംസാരിച്ച് അത് ഫൈനലൈസ് ചെയ്തത്. BJP-ന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാ സന്ദീപ് വാര്യറിനെ? കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടിയോ? കുടുംബത്തിൽ നിന്ന് ഓഫ്കോഴ്സ് എൻ്റെ ഭാര്യയും അച്ഛനും ഒക്കെ എല്ലാവർക്കും സന്തോഷമായിരുന്നു, ഭാര്യയ്ക്ക് പ്രത്യേകിച്ച്. പക്ഷേ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചത് അവരാ. കാരണം അച്ഛൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും അതുപോലെ എൻ്റെ ഭാര്യയെയും വളരെ മോശമായിട്ട് അവർ അധിക്ഷേപിച്ചുകൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടും ഈവൻ എൻ്റെ ഭാര്യയെ ബോഡി ഷേമിങ് വരെ ചെയ്തുകൊണ്ട് വീഡിയോകൾ വരെ ഇറക്കി. പ്രതീക്ഷിക്കാതെ ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെയോ എൻ്റെ അച്ഛനെയോ ഒക്കെ 14 വയസ്സുള്ള രാജ്യത്തിന് വേണ്ടി 3 യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വെറ്ററൻ സോൾജർ അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഞാൻ കരുതിയതല്ല. നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകൾ വരെ അച്ഛൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ കയറി അച്ഛനെ തെറി പറയുമായിരുന്നു, പച്ചയ്ക്ക് തെറി അച്ഛനെ. എനിക്കത് നമുക്ക് നല്ല തൊലിക്കെട്ടിയുണ്ട്, നമ്മളിതെല്ലാം കേൾക്കാൻ തയ്യാറായിട്ടൊരാളാണ്. രാഷ്ട്രീയം ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും, നമ്മളത് ബാധിക്കില്ല. പക്ഷേ സ്വന്തം അച്ഛനെയും ഭാര്യയൊക്കെ ഇങ്ങനെ തെരുവിലിട്ടിട്ട് ഞാൻ കാരണം മറ്റുള്ളവർ തെറി വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന വല്ലാത്ത മാനസിക വിഷമമായിരുന്നു. അത് ഈ സമയത്തും അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തതും പല ആളുകളുമായിട്ട് ഇപ്പോൾ എനിക്ക് അത് അങ്ങനെ വിളിച്ച ആളുകൾക്ക് എനിക്ക് അറിയാം, പലരും വ്യക്തിപരമായിട്ട് അത്രയും എൻ്റെ കുടുംബത്തെ അറിയുന്ന ആളുകൾ, എൻ്റെ വീടിനെ അത്രയും അറിയുന്ന ഒരാൾ. ഞാൻ പാർട്ടി മാറിയ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബമായിട്ടും ഒക്കെ വലിയ അടുപ്പമുള്ള ഞങ്ങളൊരു റിലേഷൻഷിപ്പ്, ഒരു അകന്ന റിലേഷൻ പോലുള്ള ഒരാൾ. എൻ്റെ വീട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ വീടാണ്. നമുക്കൊക്കെ സ്വന്തം വീടാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടാവുക. എൻ്റെ അമ്മയുടെ ഓർമ്മകളുള്ള എൻ്റെ വീടാണ്. ആ വീടിനെ കക്കൂസ് കുഴിയാന്ന് പറഞ്ഞു എൻ്റെ വീടിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആളോട് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ വീടിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ, നിങ്ങളുടെ ഓർമ്മകളുള്ള നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അന്തി ഉറങ്ങുന്ന മണ്ണിനെ കുറിച്ചാണ് ഇങ്ങനെ വേറെ ഞാൻ എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയതാണ്, മാനസിക പ്രയാസം ഉണ്ടാക്കിയതാണ്. ഞാനൊന്നും അവരെയൊന്നും വ്യക്തിപരമായിട്ട് അവരോടുള്ള പ്രശ്നത്തിൻ്റെ പേരിലൊന്നും പാർട്ടി വിട്ടതല്ല. ഞാൻ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുടെ പേരിലും എനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുടെ പേരിലും എൻ്റെ ഐഡിയോളജിക്കൽ ഡിഫറൻസിൻ്റെ പേരിലും വിട്ടത്. എനിക്ക് വ്യക്തിഗതമായിട്ട് ആരോടും വിദ്വേഷത്തിൻ്റെ പേരിൽ വിട്ടതല്ലല്ലോ. ഈ ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ സന്ദീപേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ അവഗണന നേരിട്ടു, അപമാനിതനായി അങ്ങനെ ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ഐഡിയോളജിയോടുള്ളൊരു എതിർപ്പ് കൊണ്ടല്ല അവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നുണ്ടാവും. ഈവൻ എനിക്ക് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ BJP മാറാനുണ്ടായിരുന്ന ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് അറബിക്കഥയിലെ ശ്രീനിവാസനെ പോലെ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കിയോ, ഭാരത് മാതാ കി ജയ്? ഈ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് BJP-ക്ക് എഴുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, BJP അത്തരം ദേശീയതയുടെ സിമ്പലുകളെയൊക്കെ അവരുടേതാക്കി മാറ്റി അവർ ദേശീയതയുടെ ചാമ്പ്യന്മാരും മറ്റുള്ളവരൊക്കെ രാജ്യദ്രോഹികളുമാക്കി മാറ്റുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ ട്രിഗറിങ് മൊമെൻറ്റാണ് പറഞ്ഞത്. ഞാൻ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് എന്ന് ആദ്യം പറഞ്ഞു. നമ്മളെ ട്രിഗർ ചെയ്ത മൊമെൻ്റ് എന്ന് പറയുന്നത് അപമാനിക്കപ്പെട്ട മൊമെൻ്റ് ആയിരുന്നുള്ളത് വാസ്തവമാണ്. അല്ല, എന്നിട്ട് അവിടെ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം സന്ദീപേട്ടൻ പറയുന്നുണ്ട്, ഈ ത്രിവർണ്ണ ഷാൾ എടുത്ത് ഞാനിവിടെ ഇരിക്കാൻ കാരണം K. സുരേന്ദ്രനും സംഘവുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഐഡിയോളജി അല്ല എന്ന് തന്നെയാണ്. ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ്, ഒരു ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ ആന്തരികമായിട്ട് പലപ്പോഴും ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഉദാഹരണ സഹിതം പറഞ്ഞല്ലോ. നേരത്തെ താങ്കളുടെ അമ്മ RSS കാര്യാലയത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുകയും പിന്നെ പാർട്ടി മാറിയപ്പം ഇപ്പം അത് മാറിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അതെങ്ങനെ? അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു? അല്ല, അമ്മയുടെ ആഗ്രഹമായിരുന്നില്ല. അത് ആക്ച്വലി അമ്മ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നൊരു സമയമായി പാർക്കിൻസൺസ് വന്നിട്ട്. അന്ന് ഞങ്ങളുടെ അവിടുത്തെ RSSൻ്റെ ചുമതലയുള്ള ആളുകൾ എൻ്റെ വീട്ടിൽ അന്ന് വന്നിരുന്നിട്ട് 2-3 തവണ ഈ കാര്യാലയത്തിൻ്റെ ഒരു ഭൂമി വാങ്ങുന്നതിന് ബന്ധപ്പെട്ട യോഗം ചേർന്ന സമയത്ത് ഒരു 1-2 സ്ഥലങ്ങളിലെ കച്ചവടമൊക്കെ നടക്കാതെ പോയി. അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് തോന്നി ആ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും സ്ഥലം കൊടുക്കുന്ന എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ചെയ്യുന്ന ഉണ്ട്. അമ്മ വിളിച്ചിട്ട് ചെറിയ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ കാര്യാലയം ഒരു സേവാ കേന്ദ്രമായി തുടങ്ങാനാണ്, ഈ ആളുകൾക്ക് പിന്നെ സർവീസ് കൊടുക്കുന്ന ഒരു സേവാ കേന്ദ്രം തുടങ്ങാനുള്ള പ്ലാനായിരുന്നു അത്. കാര്യാലയം എന്ന് പറയുമെങ്കിൽ പോലും, കാരണം കാര്യാലയം തുടങ്ങണമെങ്കിൽ അതൊരു താലൂക്കിൻ്റെ ആസ്ഥാനമൊക്കെ ആയിരിക്കണം. അങ്ങനെയൊന്നുമല്ല, അവിടെ സേവാ കേന്ദ്രം തുടങ്ങാൻ. അപ്പോൾ RSSൻ്റെ ഒരു സേവാ കേന്ദ്രം തുടങ്ങാൻ. അപ്പോൾ അത് ഈ ചർച്ചകൾ കേട്ട അമ്മ വിളിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ വിളപ്പെന്ന് എവിടെ നിന്നെങ്കിലും നീ കുറച്ച് സ്ഥലം എടുത്തോ, ആവശ്യത്തിന് സ്ഥലം എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായത്. അതിപ്പോൾ അമ്മയ്ക്ക് ആ സംഘടനയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ
ഭാവിയിൽ ഞാൻ തന്നെ വലിയ രീതിയിൽ കൊടുക്കും എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അമ്മ അത് കൊടുക്കുക. അമ്മയ്ക്ക് അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് അവർ രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ കാലതാമസം വരുത്തി. പിന്നെ ഞാൻ എൻ്റെ മാന്യത കൊണ്ട് അമ്മയുടെ മരണശേഷവും അമ്മ കൊടുത്ത വാക്ക് എന്നുള്ള നിലയ്ക്ക് 1 വർഷം ഒരു സമയം കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ഒപ്പിട്ടുതരാം. കാരണം അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് എനിക്ക് മാറാനുള്ള ഒരു പ്രയാസം കൊണ്ട്. കാരണം അമ്മ പറഞ്ഞത് അവരും കേട്ടതാണല്ലോ. അപ്പോൾ ഞാൻ മരിച്ചുപോയ അമ്മ പറഞ്ഞ വാക്ക് ഞാൻ മാറ്റിയെന്ന് ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു. അപ്പോൾ അവർക്കത് താല്പര്യമില്ലാണ്ടതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ഞാനത് ഉമ്മൻചാണ്ടി ട്രസ്റ്റിൻ്റെ കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ എന്തായാലും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. സോഷ്യൽ മീഡിയ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ തന്നെ. അപ്പോൾ അതിലുള്ള മറുപടികൾ ഭയങ്കര വൈറലാകാറുണ്ട്. സന്ദീപ് ബ്രിഗേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അല്ല, അത് എൻ്റെ അല്ല. സന്ദീപ് ബ്രിഗേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അതായത് സന്ദീപ് ഏട്ടൻ പറയുന്ന മറുപടികളെല്ലാം എടുക്കുക, അതിലകത്ത് മാസ് BGM ഇട്ടിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ പിന്നെ ഒരു ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വന്ന കാലം തൊട്ട് നെറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 97-98 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വരുന്നത്. ഞാൻ 2000 മുതൽ സ്വന്തമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ഓർക്കുട്ടിലൊക്കെ സജീവമായിരുന്നു. എന്താ ഓർക്കുട്ടിലൊക്കെ സജീവമായിരുന്നു. ഓർക്കുട്ട് കാലത്താണ് ഞാൻ അജിംസിൻ്റെ ഫ്രണ്ട് ആവുന്നത്. അപ്പോൾ ഞാനും അജിംസും ബൽറാമൊക്കെ ഓർക്കുട്ടിൽ തല്ലുകൂടിയിരുന്ന ആളുകളാണ്. അപ്പം അതിന് മുൻപ് ഓർക്കുട്ടിന് മുമ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിന് മുമ്പുള്ള ഒരു തലമുറയാണ്. 2000 മുതൽ എനിക്ക് നെറ്റ് കഫേ ഉണ്ടായിരുന്നു. അന്ന് ഡയൽ കണക്ഷൻ വെച്ച് ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയിരുന്ന ആളാണ് ഞാൻ. അപ്പം ആ ഒരു 99-2000 മുതൽ ഇൻ്റർനെറ്റിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു സൈക്കോളജി കുറച്ചൊക്കെ മനസ്സിലാവും. ഇൻസ്റ്റഗ്രാം യൂസ് എങ്ങനെയുണ്ട്? അതിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്വർണം കട്ടവൻ ആരപ്പ UDFിൻ്റെ ആ പാട്ട് എന്താണ്, വീട് കോൺഗ്രസ്, ഇതൊന്നും അല്ല തൂക്കിയത്, എലക്ഷൻ തൂക്കിയത് ഈ പാട്ടാണെന്ന് പറഞ്ഞിട്ട് സന്ദീപേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ഒരു എലക്ഷൻ സോങ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് നമ്മുടെ ഖത്തറിലുള്ളൊരു പയ്യന്നൂരുള്ളൊരു പയ്യൻ അയാൾ ചെയ്തതാണ്. അത് പാടിയിരിക്കുന്നത് AI ആണ്. AI ആണോ അത് പാടിയത്? വോട്ടോനിക്ക് മാത്രം പാട് സന്ദീപേട്ട, ഞാൻ കഴിവില്ലെങ്കിലും. സന്ദീപ് വാര്യർ അധികവും ഇപ്പം ഭയങ്കര തഗ് ഡയലോഗിൻ്റെ ആളാണ്. ഇപ്പം ഒരു അവസരത്തിൽ പറയുന്നുണ്ടായി, മലയാളികൾക്ക് മടുക്കാത്ത 4 കാര്യങ്ങളേ ഉള്ളൂ: ആന, കടൽ, മോഹൻലാൽ, K മുരളീധരൻ. എങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ? അതൊരു ഒഴുക്കിനങ്ങ് വരുന്നു. ആ മഞ്ഞൊന്ന് ഉരുക്കാൻ വേണ്ടി വളരെ പ്ലാൻഡ് ആയിട്ട്. പ്ലാൻഡ് അല്ല, ഒട്ടും പ്ലാൻഡ് അല്ല. അത് ചില സമയത്ത് അല്ല, അത് ഈ എല്ലാവർക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് നാക്കിൽ വരും, അത് പറയും എന്നുള്ളത്. അത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. അല്ല, അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, BJPയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയവർ ഇന്ന 3 ആൾക്കാരുടെ പേര്, എന്നാൽ ഇതൊക്കെ വിട്ട് BJPയിൽ നിന്ന് കോൺഗ്രസിൽ വന്നവർ സന്ദീപ് വാര്യർ ഫയർ. അത് എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ ആളുകളെ ഞാൻ പേരൊന്നും പറയുന്നില്ല, അത്ര റെലവൻ്റ് അല്ലാത്ത കുറേ ആളുകളെ BJP മറ്റ് പാർട്ടികളിൽ നിന്ന് കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്ന് പുറത്തു വന്ന ആളിതാണ് എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രം, അത്രേ ഉള്ളത്. ഞാൻ പിന്നെ വ്യക്തിപരമായിട്ട് അവരെന്ന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കലാശം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഡാൻസ് ഒക്കെ കണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. നല്ല ഡാൻസറാണോ? അല്ല, കലാപരമായിട്ട് എന്ത് കഴിവുണ്ട്? കലാപരമായിട്ട് നല്ലൊരു എഴുത്തുകാരനാണ്. അത്യാവശ്യം എല്ലാ പരിപാടികളും ഉണ്ട്. എന്താ ഞാൻ നമ്മളൊരു ചെറുപ്പം മുതലുള്ള പരിപാടികളൊക്കെ പിന്നെ കലോത്സവത്തിന് പോകും, പിന്നെ അത്യാവശ്യം പാട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇപ്പം മുളിക്കാൻ നിൽക്കണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ ആക്ച്വലി പറഞ്ഞത് ഞാൻ ഈ 4-ാം തീയതി റിസൾട്ട് വരുന്നതുകൊണ്ട് ഇല്ല, ഞാനതില് ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നു. ഇല്ല അങ്ങനെ ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് നടത്തുന്ന അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓരോ സമയത്തും കംഫർട്ട് അനുസരിച്ചിട്ട് ഇല്ല, ഹെയർ സ്റ്റൈൽ കുറെ കാലമായിട്ട് ഒരു 1.5 വർഷം 2 വർഷമായിട്ട് ഇത് തന്നെയാണ്. കുറെ കാലം മുന്നേ കണ്ട സന്ദീപേട്ടനും ഇപ്പം കണ്ട സന്ദീപേട്ടനും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ആള് ഫിറ്റ്നസ്സിലൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു മൂഡിലേക്ക് വന്നോ? ഇലക്ഷനായിട്ട് ഇപ്പൊ ഡയറ്റ് ഒന്നും നോക്കാറില്ല, ഫിറ്റ്നസ് ഇപ്പൊ നോക്കാറില്ല. കുറച്ചായിട്ട് ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നത്തെ ഡയറ്റ് പ്ലാൻ എന്തായിരുന്നു? അതിന് മുമ്പ് ഇടയ്ക്ക് ഞാൻ 0 ഷുഗർ പിടിക്കുമായിരുന്നു. പിന്നെ
വൈറ്റ് ഒഴിവാക്കും, പിന്നെ ഇടയ്ക്ക് റൈസെല്ലാം ഒഴിവാക്കുമായിരുന്നു. ചില സമയത്ത് ഒരു 5-6 മാസമൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെ പോകും. വർക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, ഇപ്പോൾ കുറച്ചായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ കുറച്ച് ദോഷങ്ങൾ. ഉയർന്നു പോയിട്ട് പിന്നെ നിർത്തിയോ? ഇല്ല അങ്ങനെയല്ല. ഇപ്പം ഈ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ നിരന്തരം യാത്ര ചെയ്യുന്ന സമയത്ത് സാധിക്കുന്നില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം BJP നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോഴേ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഈ കോൺഗ്രസ്സിൽ വന്ന സമയത്ത് അങ്ങനെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ മെൻറ്റർ അങ്ങനെ ഒരു മുന്നോട്ട് നയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സൗഹൃദങ്ങൾ ഇപ്പം ഞാൻ എല്ലാ സുഹൃബന്ധങ്ങളെയും വിലമതിക്കുന്ന ഒരാളാണ്. അത് പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ BJPയിലാവുന്ന സമയത്തും എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജിംസുമായിട്ട് വർക്കൗട്ടിൽ തല്ലുകൊടുന്ന സമയത്തും ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ടുമുണ്ട് ആ ഒരു സുഹൃബന്ധം. ഞാനായിട്ട് എവിടെയും അതിന് ഒരു ദോഷം വരുത്താറോ കളയാറോ ഇല്ല. പിന്നെ ചില ആളുകൾക്ക് ഇപ്പം സുഹൃബന്ധം രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രമാണ് സൗഹൃദം എന്നുള്ളവർ, അങ്ങനെ പലരും തെറ്റിപ്പോയ ആളുകളുണ്ട്. പിണങ്ങിപ്പോയ ആളുകളും മിണ്ടാതായ ആളുകളും ഭയന്നിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളുമുണ്ട്. എന്നോട് മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കൊണ്ടും അവർക്ക് പ്രയാസം ഉണ്ടോയെന്നുകൊണ്ട് മാത്രം എന്നോട് മിണ്ടാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് സുഹൃത്ത് ബന്ധങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, എല്ലാവരും ഉണ്ട്. പലരും വിളിക്കാറുണ്ട്. പലർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിപ്പുള്ളവരുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് തുറന്നു പറയാൻ പറ്റാത്തവരും, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ കോൺഗ്രസിലേക്ക് വന്നപ്പം ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ള കോംബോ ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പം പിൻകാലത്ത് വന്നതിന് ശേഷം എന്താണ്? ഞാൻ കേട്ടിട്ടേ ഇല്ലാത്തൊരു ചോദ്യം പോലും. എത്രയോ തവണ അത് എൻ്റെ ലീഡറല്ലേ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പത്തനാപുരത്ത് പോയിട്ട് 2-3 പരിപാടികളിൽ പ്രസംഗിച്ചല്ലോ. അതിന്റെ പേരിൽ ഗണേഷ് എന്നെ കുറെ തെറിയും പറഞ്ഞല്ലോ. കോൺഗ്രസിലൊരു ക്ലോസ് ഫ്രണ്ട് ആരാണ്? ഏറ്റവും അടുത്ത സുഹൃത്ത്? കോൺഗ്രസിനകത്ത് പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുടെ പേര് മാത്രമായിട്ട് പറയുന്ന വിഷമമല്ല, ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഇടയ്ക്ക് ആ ഒരു ടീം ഇങ്ങനെ ഉയർന്നു വരുന്നത് നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു അത് കണ്ടത്. ഷാഫി പറമ്പിൽ, സന്ദീപ് ഏട്ടൻ, PK ഫിറോസ്, അങ്ങനെ ഒരു യുവനിര ഇങ്ങനെ. അവരൊക്കെ എപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്, എപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാവരും. ഇപ്പം നമ്മളെ പരിപാടിയിൽ സരിൻ വന്നപ്പോഴേ ഒരു മെസ്സേജ് സന്ദീപ് വാര്യർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. വാര്യരെ സീറ്റ് കിട്ടിയില്ലെങ്കിലും അവിടെ തന്നെ നിൽക്കണേ, വേറെ എങ്ങോട്ടും പോയല്ലേ. മറുപടി സരിൻ പറഞ്ഞതൊന്നും മറുപടി പറയുന്നില്ല. സരിനോടൊരു മറുപടി പറയേണ്ടതല്ലേ? എന്തിനാ? പാവം. മറുപടി അർഹിക്കുന്നില്ലേ? പാവം. ആദ്യകാലങ്ങളിൽ, അതായത് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന ആദ്യകാലങ്ങളിൽ SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഒരു ഇന്റർവ്യൂവിൽ കണ്ടു. പിന്നെ അവിടുന്ന് നിന്നുള്ള ഒരു പാത്ത് എങ്ങനെയായിരുന്നു? ഇപ്പം അതിൽ തന്നെ കണ്ടു, അമ്മ കോൺഗ്രസ് ആണ്, അച്ഛൻ കുറച്ച് ഇടത് ചായ്വുള്ള ഒരാളാണ്. അപ്പൊ അവിടുന്ന് ഉള്ള മുന്നോട്ടുള്ള യാത്രകൾ ഇവിടം വരെ. വാജ്പേയിയുടെ പ്രസംഗം കേട്ട് ഇൻഫ്ലുവൻസ് ആയതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചു. 8ാം ക്ലാസ്സിൽ മത്സരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അന്ന് ഹൈസ്കൂൾ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അപ്പം ഹൈസ്കൂളിലെല്ലാം SFI MSF, അന്ന് അവിടെ ABP ഒന്നുമില്ല. അപ്പം അന്ന് SFIയുടെ കാൻഡിഡേറ്റായിട്ട് SFIക്കാരനായിരുന്നു ആ സമയത്ത്. അന്ന് എനിക്കൊന്ന് ചെറുപ്പം മുതലേ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും ഒക്കെ പോയിട്ടുള്ളൊരു ഇടത് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും അത്രയൊരു സമീപം. 91 ഗൾഫ് യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഭയങ്കര സദ്ദാമിൻ്റെ ആരാധകൻ. എന്നാൽ ഇടതുപക്ഷം സദ്ദാമിൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ അത് കോൺഗ്രസ് എൻ്റെ അമ്മാവൻ്റെ മകനൊക്കെ ഉണ്ട്, എൻ്റെ കസിൻ, അവരെല്ലാവരും അമേരിക്കയുടെ കൂടെ, അവരൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള. അപ്പോൾ അവൻ വീട്ടിൽ പാട്രിയറ്റ് മിസൈൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് സ്കഡ് മിസൈൽ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെയുള്ള കുട്ടിക്കാലത്തെ കളികൾ അതൊക്കെയായിരുന്നു. ആക്രമണം നടത്തിയിട്ടുണ്ടോ? അല്ല, അതിൻ്റെയൊക്കെ മോഡൽ ഉണ്ടാക്കി വെക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു അന്നത്തെ ഗൾഫ് യുദ്ധ സമയത്തൊക്കെ. അപ്പം നമുക്കൊരു ഇടത് മനസ്സ് ആ കുട്ടിക്കാലത്ത് സ്വാഭാവികമായിട്ടും ഈ ശാസ്ത്രസാഹിത്യ വിഷയത്തോട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അവരുടെ പരിപാടികളിൽ പോവുക, വിജ്ഞാനോത്സവം പോലെയുള്ള, അന്ന് യുറേക്ക എക്സാം എന്നൊക്കെ പറയും, അതിലൊക്കെ പങ്കെടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ സാക്ഷരതാ യജ്ഞമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ എന്തിന് ധീരത ഇപ്പോൾ തുടങ്ങുവിനെല്ലാം നമ്മൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. നമ്മൾ സാക്ഷരത ഭയങ്കര രസകരമായിട്ടുള്ള കാലഘട്ടമാണ്. അന്നീ നമുക്ക് ഈ TVയും ഇതൊന്നുമില്ലല്ലോ. നാട്ടിൻപുറത്ത് ഇവരുടെ ഈ മറ്റേ സാക്ഷരതാജ്ഞയായിട്ട് ബന്ധപ്പെട്ട തെരുവ് നാടകങ്ങളും പിന്നെ അത്തരം പരിപാടി കലാജാഥകളൊക്കെ വരും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇടത് മനസ്സായിരുന്നു. പക്ഷേ ആ 90s ഇന്ത്യയിൽ ഒരു അസ്ഥിരത ഉണ്ടാകുന്നത്, ഒരു എക്കണോമിക് അസ്ഥിരതയും അതേ സമയത്ത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അസ്ഥിരതയും ഒന്നിച്ചുണ്ടായൊരു കാലഘട്ടം. നമുക്കറിയുണ്ടാവും മണ്ഡൽ മന്ദിർ വിവാദവും, അതിനുശേഷമുള്ള രാജീവ് ഗാന്ധി അസാസിനേഷൻ, അതിനുശേഷമുള്ള
അയോധ്യ ബാബറി മസ്ജിദ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യത്ത് എല്ലായിടത്തും തീവ്രവാദം, മറ്റേ ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരു അസ്ഥിരതയുടെ സാഹചര്യം ഉണ്ടായ സമയത്ത് അന്നത്തെ മീഡിയ എല്ലാം ഇന്ത്യ ടുഡേ അടക്കമുള്ള, അന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വീക്ക്ലി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ ആണ്. അപ്പോൾ ഇന്ത്യ ടുഡേ ഒക്കെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്തിരുന്നത് വാജ്പേയി, അഡ്വാനി, മുരളി മനോഹർ ജോഷി എന്നൊരു ത്രയത്തിനായിരുന്നു. ഈ വാജ്പേയിയുടെ സ്പീച്ചസിനെ കുറിച്ചിട്ടൊക്കെ കേട്ട്, പിന്നെ ഇടയ്ക്ക് റേഡിയോയിലൊക്കെ ടി വിയിലൊക്കെ വാജ്പേയിയുടെ സ്പീച്ച്, ലോക്സഭാ സ്പീച്ചസൊക്കെ കേൾക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പ്രതീക്ഷയായിട്ട് വാജ്പേയി ഒരു സെക്യുലർ ഫേസ്, ഒരു സോഫ്റ്റ്, ഒരു കവി ഒക്കെ രീതിയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊരു കവിത്വം ഉണ്ടായിരുന്നു, ഉറുദു കലർത്ത ഒരു പ്രസംഗം. അപ്പോൾ എനിക്ക് അങ്ങനെ ഭാഷയോട് ഒരു താല്പര്യമുള്ളത് കൊണ്ടും ആ പ്രസംഗങ്ങൾ കേട്ട് അങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു വാജ്പേയി. ആർട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ. ആർട്ട്, അതൊക്കെ കഥ, കവിത, അത് ഇഷ്ടമാണ്. അപ്പോൾ എഴുത്തൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനോടൊരു ഇഷ്ടം തോന്നിയത്. അന്നത്തെ എസ്എഫ്ഐയും ഇന്നത്തെ എസ്എഫ്ഐയും തമ്മിൽ എങ്ങനെ കാണുന്നു? ഒരു വോട്ട് ചോദിക്കാൻ ചെന്നപ്പോ ഒരു പുരോഗമനമില്ല. വോട്ട് ചോദിക്കാൻ ചെന്നപ്പോ അടിച്ച് ഹോസ്പിറ്റലിലൊക്കെ ഇട്ടെന്ന് ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞത് സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യമൊക്കെ കൊടിയിൽ മാത്രം പോരാ, വല്ലപ്പോഴും അത് പഠിച്ചു വയ്ക്കാൻ കൂടി വേണം, പ്രയോഗത്തിലും വേണം എന്ന് ഞാനോട് പറഞ്ഞിരുന്നു. മൂഡ് മാറ്റിയാലോ? ഒരു ഗെയിം ആയാലോ? ആർ യു റെഡി? യെസ്. പേടിയുണ്ടോ? എന്തിന്? ഓക്കെ. ഓ, ഐശ്വര്യം തുടക്കം തന്നെ. BJP-യുടെ അത് നമുക്കറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കെ സുരേന്ദ്രൻ ഇപ്പൊ സുരേട്ടനുമായിട്ട് ഇപ്പൊ എങ്ങനെ ഒരു ബന്ധം? മിസ് ചെയ്യുന്നുണ്ടോ സുരേന്ദ്രനെ? ഒരിക്കലും ഇല്ല. അന്നും മിസ് ചെയ്തിട്ടില്ല. കാരണം അന്നും വലിയ ബന്ധമൊന്നുമില്ല, ഇന്നും വലിയ ബന്ധമൊന്നുമില്ല. ഒരു സ്പേസിൽ നിന്നിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ BJP-യുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? സുരേന്ദ്രനെയും സംഘത്തെയും ചാണകവെള്ളം തളിച്ച് പുറത്ത് കടത്തിയാലേ കേരളത്തിൽ BJP രക്ഷപ്പെടൂ എന്നൊരു പ്രസ്താവന മുൻപ് നടത്തിയിട്ടുണ്ട്. അതൊരു അന്നത്തെ സാഹചര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയല്ലേ. ഞാനിപ്പോൾ അതൊന്നും പഴയ കാര്യങ്ങളൊന്നും വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നില്ല. എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്ത്? ഈ ചാണകവെള്ളം തളിച്ച് ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ ചാണകവെള്ളം? അതേ ഉള്ളൂ. അപ്പോൾ ശുദ്ധീകരിക്കണമെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ചാണകവെള്ളം തെളിക്കുക എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കറക്റ്റാണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആണല്ലോ, 100% കറക്റ്റ് ആയിട്ടുള്ള. പിന്നെ പ്രത്യേകിച്ച് ബാക്കിലേക്ക് വന്നില്ല. 2 സെന്റൻസ് സുരേന്ദ്രനെ കുറിച്ച് 2 സെന്റൻസ് ഇത്രയും അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ട് 2 സെന്റൻസ്. കേരള BJP-യുടെ ഐശ്വര്യം. ഓക്കെ, നെക്സ്റ്റ്. ശോഭാ സുരേന്ദ്രൻ ഒരു ബഹുമാനിയായിട്ടുള്ള വനിതാ നേതാവാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ്. ബഹുമാനിയായിട്ടുള്ള ഒരു വനിതാ നേതാവ്, അത് മാത്രമേ. അവരെ രാഷ്ട്രീയ എതിരാളിയാണ്, അതിലപ്പുറം ഞാൻ അവരെ കുറിച്ച് ഇല്ല, അതൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. സന്ദീപേട്ടൻ അഭിപ്രായം പറയാൻ മടിക്കുന്നു. പഴയൊരു സ്പിരിറ്റ് കാണാനില്ല. ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണോ? അതല്ല, അതിന് ജാഗ്രതയാണോ? ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണോ? അതൊന്നുമല്ല. നമ്മള് ആരെയും എന്താ പറയാ, ആരെയും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിഹത്യ ചെയ്യാന്നുള്ള നമ്മുടെ ഉദ്ദേശം. നമ്മൾ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ എതിർപ്പുകൾ പറയും, അതിലപ്പുറമുള്ള വ്യക്തിപരമായിട്ട് കമന്റുകൾ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും, അതായത് നമുക്ക് പറ്റുന്ന നമുക്കങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഈ ഗെയിമിലില്ല. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം. ഫാത്തിമ തഹലിയ ഭാവി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവ്, കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം നല്ല സുഹൃത്ത്, പ്രിയപ്പെട്ടതായിരുന്നു മോദിജി. സുരേഷ് ഏട്ടൻ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ടുള്ള വ്യക്തിബന്ധമുള്ള ആളാണ്. അത് സിനിമ മേഖലയിലുള്ള സമയത്ത് തന്നെ എനിക്ക് വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പൊളിറ്റിക്കൽ കമൻറ്റുകളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെ ഡബ്ബിങ്ങിലാണ് എറണാകുളത്ത്. അദ്ദേഹത്തിന് ഓൾ ദ ബെസ്റ്റ്. ഒറ്റക്കൊമ്പന് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ നമ്മൾ പുറമേ നിന്ന് കാണുന്ന വ്യക്തികൾ, അതായത് സുരേഷ് ഗോപി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ കോടീശ്വരനിലൊക്കെ കാണുന്ന നല്ലൊരു വ്യക്തി, അദ്ദേഹം BJP-യിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു മനുഷ്യനെ. ഇതിന് വല്ല ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ടോ BJP-യിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്? പ്രത്യേകം ബ്രെയിൻ ഷട്ടാവാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് ഒരു വിദ്വേഷത്തിൻ്റെ നമ്മളൊരു സ്ഥലത്ത് ആ ഒരു എക്കോസിസ്റ്റത്തിൽ പെട്ട് കഴിഞ്ഞാലേ ഒരു ചുരുളിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ചുരുളി, ആ ഗ്രാമത്തിലെ ഭാഷ നമ്മളിലേക്കും കൂടി സന്നിവേശിക്കപ്പെടുകയാണ്. അവിടുന്ന് പുറത്ത് കിടക്കാനാണ് പ്രയാസം. പുറത്ത് കിടന്നാൽ നമ്മളൊക്കെ മനുഷ്യരായി മാറും.
പ്രതിപക്ഷ നേതാവാണെന്ന് ഞങ്ങൾക്കറിയാം. 2 വാക്ക്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വെരി ഡൈനാമിക് സതീശൻ. ക്രൂക്കഡ് പൊളിറ്റീഷ്യൻ എന്ന് അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്. അത് എതിരാളികൾ വിളിക്കുന്നതല്ലേ? ബിരുദനാണോ? അദ്ദേഹം വളരെ ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കേരളത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. വളരെ ശക്തമായ നിലപാടുള്ള രാഷ്ട്രീയ നേതാവാണ്. ഇടാതെ എന്തെങ്കിലും പണ്ണാവുന്നു. എനിക്ക് ED IT ഒന്നും ഭയമില്ല, അത് മാത്രം പറഞ്ഞാൽ പോരെ? മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഭയമില്ല എന്നാണ്. അതെ അതെ. അല്ല, അത് പ്രത്യേകിച്ച് അമിത്ഷായെ കുറിച്ച് പറഞ്ഞ ഒരു എന്താ പറയുക, കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി. നേരത്തെ നമ്മളെ CA സമരത്തിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾക്ക് വീട്ടിലേക്ക് ED അയക്കും എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ പണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പണ്ടത്തെ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് വന്നിരിക്കുകയാണ്. അതിപ്പോ പറയാം. ബഹുമാനായിട്ടുള്ള പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന, ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വവും ഒരു കുടുംബവും. പണക്കാട് പോയൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഊഷ്മളമായിട്ടുള്ള എക്സ്പീരിയൻസ്. മാത്രമല്ല, നമുക്ക് എപ്പോഴും ചെന്ന് കയറാവുന്ന, നമുക്ക് ആശ്രയിക്കാവുന്ന, നമുക്കൊരു കോൺഫിഡൻസും നമുക്കൊരു പോസിറ്റീവ് എനർജിയും തരുന്നൊരിടം. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭരണഘടനയുടെ കോപ്പിയൊക്കെ കൊണ്ടാണ് പോയത്. മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു അത്. അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് പോകുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് പോരുമ്പോൾ തോന്നി. അപ്പോൾ എനിക്ക് അതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പാണ് അത് വളരെ വളരെ കുറച്ച് മാത്രം പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഭരണഘടനയുടെ എഴുതിയ കയ്യെഴുത്ത് പ്രതിയാണ്. അത് കയ്യെഴുത്ത് പ്രതിയാണ്. അത് വളരെ അമൂല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് ഞാൻ എടുത്തൊരു നിലപാട്, നമ്മൾ ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളതുകൊണ്ട് അതൊരു പ്രതീകാത്മകമായിട്ട് അദ്ദേഹത്തിന് അത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇത്തവണ കണ്ടപ്പോഴും അത് എടുത്തു പറഞ്ഞു, സന്ദീപ് എന്ന് എനിക്ക് വലിയ ഇത്തവണ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, വലിയ സ്നേഹം ഒരുപാട് സമയങ്ങൾ സംസാരിച്ച് ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ BJP നിൽക്കുമ്പോൾ BJPയുടെ നിലപാടുകളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ നിലപാടുകളല്ല എന്ന് പറയുന്നിടത്ത് ഒരു ശരികേടില്ലേ? നമ്മളൊരു അടിസ്ഥാന ചിന്തയല്ലേ നമ്മൾ ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറയാത്തതാണ്. ഉദാഹരണത്തിന് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. ഇതാര് പറഞ്ഞതാ? സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞതിനെ അതേ ചർച്ചയിൽ ഞാനെടുത്ത് കോട്ട് ചെയ്തതാണ്, സ്വരാജിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് അത് എൻ്റെ തലയിൽ കെട്ടിവെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ എൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട ഏറ്റവും നിന്ദ്യമായിട്ടുള്ള 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആ ടയറിൻ്റെ, ഇത് 2 ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ BJPയുടെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, BJPയുടെ നറേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നറേറ്റീവ്, നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന നറേറ്റീവ് അനുസരിച്ച് അത് എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തമായി സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അത് തിരുത്തിയത് തള്ളിക്കളഞ്ഞ് അത് തെറ്റായിരുന്നു തുറന്നു പറഞ്ഞുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ അതെന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നതിനോട് ഇത്രയും കാര്യം അല്ല, അത് പോസ്റ്റ്മോർട്ടം ചെയ്തതല്ല. ഇപ്പം സന്ദീപേട്ടൻ നേരത്തെ പറഞ്ഞു BJPക്കുള്ളിലും നല്ല മനുഷ്യരുണ്ട് എന്ന്. മനുഷ്യരുണ്ട് എന്ന് പറയുന്നത്, പക്ഷേ മലയാളികൾക്ക് പൊതുവെ BJP സംഘി അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യർ എന്ന് പറയാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം BJPയുടെ ഭാരവാഹികളായിട്ടുള്ള അല്ലെങ്കിൽ BJPയുടെ ഒഫീഷ്യൽ ലൈനിലുള്ള കുറച്ച് പേരുണ്ടാവാം. അതിലുപരിയായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന കുറേ മലയാളികളുണ്ടല്ലോ. എന്തിനാണ് അവരെ വിട്ടുകൊടുക്കുന്നത്? അവരെല്ലാം ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം അല്ലേ, ഒരു എന്തായാലും പറയുക, ഒരു ഡീറാഡിക്കലൈസേഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരെല്ലാം ഈ വിശാലമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. BJPന്ന് ഇവിടേക്ക് വന്ന ദുരന്തരാണ് സന്ദീപ് വാര്യർ. എന്നെ നോക്കൂ, ആ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 10-20 സംസ്ഥാനങ്ങളിൽ അധികാരമുള്ള, ഒരു പക്ഷേ നാളെ
ഒരു അധിക വർഷങ്ങൾ വൈകാതെ കേരളത്തിലെ BJP യുടെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് വരണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരണം. മാത്രമല്ല അതിനോട് BJP-യോട് എതിരിടുക, അവരെ പ്രത്യയശാസ്ത്രമായിട്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജ് പരിശോധിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ, അതിലെ തെറ്റുകൾ, അതിലെ പ്രത്യയശാസ്ത്രപരമായ തെറ്റുകളെ, അവർ പറയുന്ന കാര്യങ്ങളിലെ വർഗീയതയൊക്കെ ഞാൻ ഓരോ ദിവസവും തുറന്നു കാണിക്കുകയാണ്. ഏജൻ്റാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? അത് പറയുന്നത് ശരിയാണോ എന്ന് പറയണ്ടേ? പറയുന്നില്ല. പക്ഷേ ഏജന്റുമാരങ്ങനെ മുഖം അങ്ങനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ല. ഞാൻ ഏജൻ്റാണെങ്കിൽ അത് അവരുടെ ആക്ഷേപമാണല്ലോ. ഞാൻ ഏജൻ്റാണെങ്കിൽ അത് പറയുന്ന BJP-ക്കാർ തന്നെയല്ലേ? അവർ ഏജൻറ്റിനെ അവർ തന്നെ തുറന്നു കാണിക്കുകയാണ്. അതെന്ത് പരിപാടിയാണ്? ഞാൻ നമ്മൾ എക്സിറ്റ് പോൾ വന്നപ്പോഴേ BJP-ക്ക് 4 മുതൽ 11 സീറ്റ് വരെ വിവിധ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു വളർച്ച കേരളത്തിൽ BJP-ക്ക് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? BJP-ക്ക് എന്തായാലും ഓർഗാനിക്കായിട്ട് അത്തരമൊരു വളർച്ചയില്ല. ഓർഗാനിക്കായിട്ട് 2 തരത്തിലാണ് BJP കേരളത്തിലെ വളർച്ച വരുന്നത്. ഒന്ന് പെയ്ഡ് വളർച്ചയാണ്, രണ്ടാമത്തേത് സ്പോൺസേർഡ് വളർച്ചയാണ്. അതായത് സോഷ്യൽ മീഡിയ പോലെ തന്നെയാണ്. BJP-യുടെ പെയ്ഡ് വളർച്ച അവർ തന്നെ പണം കൊടുത്ത് വിവിധ സാമൂഹിക വിഭാഗങ്ങളെ ഒരുമിച്ച് അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ ഒരുമിച്ച് നിർത്തി അവർക്കൊരു പിന്തുണ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമം അത് പലപ്പോഴും ഒരു പരാജയപ്പെടുക ചെയ്യുന്നത്. സ്പോൺസേർഡ് വളർച്ച CPM സ്പോൺസർ ചെയ്യുന്നൊരു വളർച്ചയുണ്ട്. ഇത്തവണ CPM എവിടെയൊക്കെ അവരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ആ ധാരണയുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ ഈ കേരളത്തിലെ ഏതൊരു BJP-യുടെ നേതാവിനോടടുത്ത് ഒരു പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചോ ആരധികാരത്തിലെന്ന് വെച്ചാൽ അവർക്ക് ഒറ്റ ഉത്തരവുള്ള പിണറായി വിജയൻ വരണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അത് ആ ഒരു ധാരണ കുറേ കാലമായിട്ട് CPM BJP ഒരു ബാന്ധവം നിലനിൽക്കുന്നു എന്നൊരു വസ്തുതയാണ്. അതാണല്ലോ കേസുകളൊക്കെ പരസ്പരം ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ BJP ജയിക്കുമായിരിക്കും? ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ ഒരുപാട് കാലം പറ്റിക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ അവരത് ചെയ്തു. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളത് തിരുത്താണ്. തൃശ്ശൂരിൽ ഞാൻ ഉറപ്പ് പറയുന്നു, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഒരൊറ്റ സീറ്റിൽ പോലും BJP ജയിക്കില്ല. ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും അവർ ലീഡ് ചെയ്തതാണ്. ഒരൊറ്റ സ്ഥലത്ത് പോലും BJP അവിടെ ജയിക്കില്ല എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിയമവും കഴക്കൂട്ടവും ഞാൻ ഇന്നലെ സംസാരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത് BJP-യുടെ തന്നെ ചില പഴയകാല പ്രവർത്തകർ, അവിടുത്തെ പഴയ നേതാക്കന്മാരെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത് അവർ ജയിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് കോൺഫിഡൻസ് ഇല്ല ഈ പറയുന്ന എക്സിറ്റ് പോളുകളിലൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏതൊക്കെ തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ എണ്ണിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വെറൈറ്റി ഒരു ഗെയിമാണ്. സന്ദീപ് വീട്ടിന് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിലൊക്കെ മുന്നേ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയണം. ചില വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്, പേരുകളല്ല. ചാണകം റേഡിയേഷനെ പ്രതിരോധിക്കും. ഞാൻ ഇത്ര ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. ഇത് നിലപാടല്ല, ജസ്റ്റ് ഒരു വിഷയം. ഞാൻ ഒരു ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ മുന്നേ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ അന്നും ഇത്ര ഒരു കാര്യം വന്നാൽ ഞാൻ മൗനം പാലിക്കുകയും ചെയ്യും. കാരണം ഞാൻ ഒരു ശാസ്ത്രാവബോധത്തിൽ വിശ്വസിക്കുന്ന, ശാസ്ത്രീയതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വായിക്കും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയും എഴുതുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രതികരിക്കാതിരിക്കും, മിണ്ടാതിരിക്കും ആ വിഷയത്തെ. കാരണം രാഷ്ട്രീയമായിട്ട് ഇനി പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ എൻ്റെ ഭാഗത്ത് ഉണ്ടാവല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുക മാത്രമേ ആ സമയത്ത് ചെയ്യുള്ളൂ. ഹലാൽ ഭക്ഷണം, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? പണ്ടാണെങ്കിൽ ഞാനൊരു നിലപാട് പറഞ്ഞല്ലോ, ആ നിലപാട് തന്നെ ഇന്നും അന്നും ആ ഒരൊറ്റ നിലപാടേ ഉള്ളൂ, ഉറച്ചു നിൽക്കുന്നു. കാരണം മനുഷ്യനെ ഭക്ഷണത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അപരമത വിദ്വേഷം ഈ ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിന് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളിൽ അയൽവാസികളുടെ കുട്ടികളുണ്ടാവാം, പല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കളിക്കുന്നുണ്ടാവാം. നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് ആ വിഭാഗത്തിൽപ്പെട്ടയാൾ ഇങ്ങനെ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഈ കുട്ടി കേട്ട് അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിൽ മുറ്റത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ആ വീട്ടിലെ ഉമ്മ സ്നേഹത്തോടെ വിളിച്ച് തൻ്റെ മകന് ഭക്ഷണം കൊടുക്കുന്നതിനൊപ്പം ആ കുട്ടിക്കും എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ഞാൻ കഴിക്കില്ല, നിങ്ങളൊക്കെ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കാമെന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ.
അങ്ങനെ സംഭവിച്ചല്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇതുപോലെയുള്ള അപരമത വിദ്വേഷം പറയരുത് എന്ന് അന്നും ഞാൻ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നും അതേ നിലപാടാണ്. എനിക്ക് അഭിമാനമുണ്ട് അന്ന് ആ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചത്. ഞങ്ങൾക്കും കളമശ്ശേരി സ്ഫോടനം പലപ്പോഴും സത്യം അന്നേ തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ ഒരിക്കലും അന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തില്ലായിരുന്നു. അന്നത്തെ ഒരു BJPയുടെ ഒരു നെറേറ്റീവ് അതായിരുന്നു. ആ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന നെറേറ്റീവ് അതായിരുന്നു. അന്ന് പാർട്ടിയുടെ അറിയാലോ എല്ലാ BJPയുടെ ഹാൻഡിൽസും സെയിം സാധനമാണ് പറഞ്ഞത്. ഞാനത് തെറ്റാന്ന് കണ്ടുകൊണ്ട് അത് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ ചാടിക്കയറി അത്തരം വിഷയങ്ങളെ അഭിപ്രായം പറയരുത് എന്നൊരു തിരിച്ചറിവ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഹമാസ് ഭീകരരാണ് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ അറിയാൻ ആളുകൾക്ക് കുറച്ചും കൂടി കൗതുകം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഹമാസ് ഒരു ഭീകര സംഘടനയായിട്ടാണോ കണക്കാക്കുന്നത്? ഹമാസിനെ ഭീകര സംഘടനയായിട്ട് മോദി കണക്കാക്കിയിട്ടില്ലല്ലോ. ഇന്ത്യ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലല്ലോ ഹമാസിനെ ഭീകര സംഘടനയായിട്ട്. പക്ഷെ അപ്പോഴും ഒരു എതിർപ്പല്ലേ അവർക്ക്? അല്ല, ഒളിഞ്ഞും തെളിഞ്ഞാണെങ്കിൽ അവർ പറയുന്നത് അതാണല്ലോ. നമ്മളെ ഗവൺമെന്റിനല്ലേ ഫോളോ ചെയ്യേണ്ടത്. ഇന്ത്യ ഗവൺമെന്റ് ഇതേവരെ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ആദ്യം BJP ചെയ്യട്ടെ, കേന്ദ്ര സർക്കാർ ചെയ്യട്ടെ. ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്ര നിലപാടുകൾക്കൊപ്പമാണോ ഇപ്പോഴും? അങ്ങനെയല്ല. ഞാൻ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയല്ലോ, അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ അവർ പോലും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം ഞാനതിൽ നിലപാടെടുക്കുന്ന പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? മട്ടാഞ്ചേരി മാഫിയ ഇത് പണ്ട് നമ്മൾ ടൈം ചെയ്തൊരു നമ്മൾ കോയിൻ ചെയ്തൊരു സാധനമായിരുന്നു അത്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. എന്താ സിനിമാ പേര് വരെ ആയിരുന്നു. ഞാനിട്ട പേരായിരുന്നു. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP എതിർത്ത സിനിമാക്കാർക്ക് മുഴുവൻ അവരെല്ലാവരും പ്രത്യേക പ്രദേശത്ത് നിന്ന് വന്നവരായതുകൊണ്ട് അവരെ ഞാൻ ഇട്ട് കൊടുത്തൊരു പേരായിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത്. അത് പിന്നീട് അങ്ങ് കയറി അത് ഞാനത് ആ പേരിന്റെ പിന്നെ ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. ആ പേരിന്റെ കോപ്പിറൈറ്റ് എന്റെയാണ്. മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെയൊക്കെ ബാല്യ കൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച രണ്ടുപേർ. ഒരുപക്ഷെ ഇവരുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് കരുതുന്ന ഒരു മലയാളി. തീർച്ചയായിട്ടും കാണും. മോഹൻലാൽ ഫാനാണോ? ബേസിക്കലി ഒരു മോഹൻലാൽ ഫാൻ ആയിരുന്നു. ചെറുപ്പം ഒരു ഭയങ്കര മോശം ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ മുഴുവൻ ഷൂട്ട് ചെയ്തൊരു പ്രദേശത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ വെള്ളിനേഴി അടുത്താണ്, ചെത്തല്ലൂരാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേവാസുരം, മാറാന്തമ്പുരാൻ, വാനപ്രസ്ഥം, നരസിംഹം, അദ്ദേഹത്തിൻ്റെ മാസ് മൂവീസും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊരു മേഖലയാണ്. അദ്ദേഹത്തിനായിട്ടൊരു ഒരു മോഹൻലാൽ ഫാൻ തന്നെയാണ്. ഒപ്പം മമ്മൂക്കയോടും വല്ലാത്ത ഇഷ്ടമുണ്ട്. പേഴ്സണലി മമ്മൂക്കയോട് വളരെ അടുപ്പമുണ്ട്. ഹമാസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയാണല്ലോ. ഞാൻ ആത്യന്തികമായിട്ട് പിന്നെ ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള, നെഹ്റുവിൻ്റെ കാലം തൊട്ടുള്ള ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു നിലപാടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ. ആ വിഷയത്തിൽ ഇവൻ വാജ്പേയി പോലും പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോകണമെന്ന നിലപാടാണ് പ്രസംഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പ്രസംഗം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പലസ്തീൻ്റെ കാര്യത്തിൽ അവരുടേതായിട്ടുള്ള അവരുടെ ഒരു പിന്നെ സ്വന്തം ഭൂമിയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളെ പൂർണ്ണമായിട്ടും മതിക്കുന്നുണ്ട്. ഒപ്പം അവിടെ ഒരു ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകണം എന്നൊരാഗ്രഹം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടികളുടെ ഒക്കെ മരണങ്ങളുമൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഇതിപ്പം അവിടുത്തെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ലോകം മുഴുവൻ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട് ഇതൊക്കെ അവിടെ സംഭവിക്കും എന്നുള്ളതിൽ ആളുകൾ അതിനെ ഇപ്പം കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒപ്പമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇസ്രായേലിനെ ഒറ്റ സുഹൃത്തായിട്ട് കാണുന്നൊരു ഗവൺമെന്റാണ് നമ്മുടെ. അതെ അതാണ്. പിന്നെ ഇപ്പം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യ അത്തരം കാര്യങ്ങൾ ഒരു ലോകത്തൊരു പിന്നെ ഒരു കാലത്ത് നമ്മൾ നിർവഹിച്ചിരുന്ന റോളുണ്ട് ഇത്തരം കാര്യങ്ങൾ. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗത്തിൻ്റെ മാത്രം ആളായി മാറുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മലപ്പുറം എൻ്റെ നാടാണ്. ഞാൻ ജനിച്ച് വളർന്ന നാടാണ് മലപ്പുറം. പിന്നെ ഞാൻ ജനിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്.
ഞാൻ പഠിച്ചത് പെരിന്തൽമണ്ണയിൽ കോപ്പറേറ്റീവ് കോളേജിലാണ്. ഞാനിപ്പോൾ എൻ്റെ ഫാമിലി എല്ലാം പെരിന്തൽമണ്ണയിലാണ്. എൻ്റെ മകൻ പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എൻ്റെ അച്ഛൻ അവസാനം ജോലി ചെയ്ത റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറമാണ്. പിന്നെന്താ, ഞങ്ങളെല്ലാ ആഴ്ചയിലും സിനിമ, പാലക്കാട് ജില്ലയിൽ അതിർത്തിയിൽ ചെത്തല്ലൂരാണ് ഞങ്ങളുടെ വീട്. അപ്പം ഇപ്പോൾ പെരിന്തൽമണ്ണ താമസിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയറസ്റ്റ് ടൗൺ പെരിന്തൽമണ്ണയാണ്. മൊത്തത്തിൽ മലപ്പുറം എൻ്റെ നാട്. സന്ദീപ് ഏട്ടനൊരു രാഷ്ട്രീയക്കാരനല്ല ഇരുന്നെങ്കിൽ, പൊളിറ്റിക്സിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് പറയാൻ പറ്റില്ല എന്താകുമായിരുന്നു എന്നുള്ളത്. അത് ജീവിതത്തിൽ പല റോളുകളും ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച, സൗദിയിലല്ലായിരുന്നു 3.5 കൊല്ലം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മണലാരണ്യത്തിൽ സൗദി മണലാരണ്യ റിയാദ് സിറ്റിയിലായിരുന്നു ഞാൻ. റിയാദ് സിറ്റിയായിരുന്നു. മണലാണെങ്കിൽ കുറേ പുറത്ത് പോകണം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പോലെയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ അവിടെ എല്ലാ പണിയുണ്ട്. പണിയില്ലാതെ ഇരുന്നിട്ടുണ്ട്, പട്ടിണി ഇരുന്നിട്ടുണ്ട്, എല്ലാ ജീവിത സാഹചര്യം. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി പഠിച്ച പോലെയായിരുന്നു. ജീവിതം പഠിച്ചു. അത് കുറച്ചും കൂടി പറഞ്ഞ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഗൾഫ്. ഞാൻ 21 വയസ്സിലാണ് സൗദിയിൽ റിയാദിൽ പോകുന്നത്. ഒരു 5-6 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് 3.5-4 വർഷം തുടർച്ചയായിട്ട് അവിടെ നിന്നു. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ടായിരുന്നു. ജോലിയുള്ള സമയവും ജോലി ഇല്ലാത്ത സമയവും ഒക്കെ ഉണ്ടായിരുന്നു. കഷ്ടപ്പാടിൻ്റെ സമയം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ ജീവിച്ച സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ അവിടെയും ഞാൻ എപ്പോഴും എനിക്ക് ഈ ഭാഷ പഠിക്കാനും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ വലിയ താല്പര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ വലിയൊരു പഠനമായിരുന്നു ഉള്ളത്. അറബി പഠിച്ചോ? പിന്നെന്താ, അറബി അറിയാം, അറബി സംസാരിക്കും. മാഫി മുഷ്കിലിനപ്പുറത്തേക്ക് അപ്പുറത്തേക്കോ? ഞാൻ റിയാദിലുള്ള സൗദിയിലുള്ള അറബ്സിനോടൊക്കെ ഞാൻ അറബിയിൽ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അറബിയിൽ, ഞങ്ങൾ പലപ്പം ഇവിടുത്തെ അറബി അറിയുന്ന സുഹൃത്തുക്കളുമായിട്ട് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും രഹസ്യം പറഞ്ഞെങ്കിൽ അറബിയിലാണ് സംസാരിക്കാറുള്ളത്. സന്ദീപ് വാര്യർ എന്നുള്ള വാര്യർ ജാതി പേരാണല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ അത് അങ്ങനെ കൊണ്ട് നടക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മുഴുവൻ പേര് സന്ദീപ് ജി വാര്യർ, സന്ദീപ് ഗോവിന്ദ വാര്യർ. ഗോവിന്ദ വാര്യർ എന്നുള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ്. എൻ്റെ അമ്മ വേറെ ഒരു കാസ്റ്റിലെ ആളാണ്. അത് ഞങ്ങളുടെ ബേസിക്കലി എൻ്റെ ഫാമിലി തന്നെ എൻ്റെ അച്ഛനും അമ്മയും 2 കാസ്റ്റാണ്. അപ്പോൾ എൻ്റെ പേര് ഇട്ട സമയത്ത് എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ചേർത്ത് സന്ദീപ് ഗോവിന്ദ വാര്യർ, അത് സന്ദീപ് ജി വാര്യർ എന്നുള്ളതാണ് എൻ്റെ പേര്. ആ വാര്യർ ആക്ച്വലി എൻ്റെ പേരിൻ്റെ ഭാഗമാണ്. 2 നമ്മൾ പേരിൽ എന്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, നമ്മൾ പ്രവൃത്തിയിലാണല്ലോ അതിൻ്റെ ഒരു കാര്യം കാണിക്കേണ്ടത്. നമ്മൾ പ്രവൃത്തിയിൽ അത്തരത്തിലെവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെവിടെയും അത്തരത്തിലൊരു കാസ്റ്റിസം കാണിച്ചിട്ടുള്ള ഒരാളല്ല. 2, ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനും അങ്ങനെ ജാതിയോ മതമോ നോക്കാതെ വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഞാനത് ജീവിതത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്താ പറയുക, അതിനൊരു വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾ. എൻ്റെ പേരിൻ്റെ ഭാഗമാണ്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സന്ദീപ് ഗോവിന്ദ വരുന്നത്. പിന്നെ പലപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ് അങ്ങനെ പേര് വയ്ക്കണമെന്ന് നിർബന്ധിച്ചത്. കാരണം ഈ സന്ദീപ് എന്ന് പറയുന്ന സമയത്ത് 100 സന്ദീപ് ഉണ്ടാവും. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റിയുടെ കാര്യം കൂടിയിട്ടായിരുന്നു, അങ്ങനെയാണ് ആ പേര്. പക്ഷെ നമുക്ക് പൊളിറ്റിക്കലി ഒക്കെ ഐ മീൻ റെക്കോർഡിക്കലി ചേഞ്ച് ചെയ്തില്ലെങ്കിലും അത് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നതിൽ ഒരു നവോത്ഥാനം ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ഉപയോഗിക്കാതിരുന്നിട്ടും അങ്ങേയറ്റത്തെ ജാതീയതയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ ജീവിതത്തിലോ ഒരിക്കൽ പോലും ഞാൻ എവിടെയും അത് മനസ്സിൽ പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് കാണണമായിരുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അങ്ങനെ പോയിട്ടുള്ള ആളല്ല. പക്ഷേ ഈ ജാതി വാലിങ്ങിനെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതിനെ ഒരു തരത്തിൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൽ തന്നെയല്ലേ? അത് കളയുമ്പോൾ ഐ മീൻ പൊളിറ്റിക്കൽ നെയിമായിട്ടെങ്കിലും സന്ദീപ് വാര്യർ കളയായിരുന്നില്ല. ഒരുപാട് സന്ദീപ് ഉണ്ടാവും. സന്ദീപ് ഗോവിന്ദ വാര്യറാണല്ലോ, സന്ദീപ് ഗോവിന്ദ എന്ന് ഉപയോഗിക്കാനില്ല. അത് ഒരു ഗോവിന്ദ വാര്യർ എന്ന അച്ഛൻ്റെ പേരാണ്. ആ അച്ഛൻ്റെ പേരാണ് എൻ്റെ പേരിനോട് ചേർത്ത് വെച്ചത്. എൻ്റെ മകൻ്റെ പേരും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. മുത്തച്ഛൻ്റെ പേര് ചേർത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ നമ്മളൊരു പേരിടുന്ന രീതി അനുസരിച്ച് അങ്ങനെ ഇട്ടതാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട്, അങ്ങനെയാണെങ്കിൽ അതൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അവരൊക്കെ വലിയ ജാതിവാദികളായിരുന്നു. അഡ്മിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളമുണ്ട്. അത് നമ്മുടെ ഒരു ജാതിയുടെ ഭാഗമായിട്ടല്ല, മറിച്ച്
നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും പലരും ഉണ്ടാവും. ഞാൻ അതിനൊന്നും അല്ല, പേരിട്ടതിനെ ആരും കുറ്റം പറയുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ആണത്. നടക്കുന്നത് വിജയം എങ്ങനെ ആഘോഷിക്കാനാണ് തീരുമാനം? ഇപ്പം അടിച്ച് പൊളിച്ച് നല്ല ഡാൻസ് കളിച്ചും കൂടെ നേരത്തെ പാടുന്നത് പാടിയില്ല, 4-ാം തീയതി പാടാനാണ്. 4-ാം തീയതി ഇറക്കാൻ വെച്ചേക്കൊണ്ട് പറയുന്നു. കേരളത്തിലെ ജനങ്ങളാണ് ഈ വിജയം ആഗ്രഹിക്കുന്നത്. വിധി മറിച്ചാണെങ്കിൽ അടുത്തൊരു നീക്കം എന്തായിരിക്കും? VD സതീശൻ വനവാസത്തിന് പോകും, ബാക്കി എനിക്കറിയില്ല. എങ്ങനെ മറിച്ചൊരു വിധിയാണെങ്കിൽ, ജനാധിപത്യ വിധി മറ്റൊന്നാണെങ്കിൽ തൃക്കരിപ്പൂരിൽ അല്ല, ജനങ്ങളുടെ വിധി എന്തായാലും ആ ജനവിധിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്. ജനവിധിയെ റെസ്പെക്ട് ചെയ്യും. ലെറ്റ്സ് മൂവ് ഓൺ. അല്ലാതെ എന്താ. അപ്പോൾ തൃക്കരിപ്പൂരിലെ സൂപ്പർ വാരിയറായിട്ട് തുടരട്ടെ, വരട്ടെ, തൃക്കരിപ്പൂരിനോട് ചേർന്ന് നിൽക്കട്ടെ, താങ്ക് യു സോ ഇനിയും മച്ച്. ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് പറയൂ. ഓൾ ദി ബെസ്റ്റ് സന്ദീപേട്ടാ. താങ്ക് യു സോ മച്ച്.